ഒരു ചൊല്ലുണ്ട്. If a man is educated, man is educated. I am educated. An individual is educated. But if a woman is educated, an entire generation is educated. ഒരു തലമുറ മുഴുവനുമാണ് അതെ വിദ്യാഭ്യാസം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല കാര്യം. അതെ. അപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ മുന്നണി പോരാളികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമ്മമാര് തന്നെയാണ്. അതിൽ യാതൊരു അതെ. ചെറുത്തുനിൽപ്പിനും കൂട്ടായ്മയിലൂടെ കരുത്ത് നേടുകയാണ് മലപ്പുറത്തെ കുറിച്ച് വനിതകൾ. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനായി അവർ സംഘടിപ്പിച്ച ഗൃഹസദസ്സിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. മഞ്ചേരി അരുകിഴായിലെ ഒരു കുഞ്ഞ് അയൽക്കൂട്ട സദസ്സിലേക്കാണ്. അവിടെ കുറച്ച് അമ്മമാരുണ്ട്. അവരൊക്കെ ഈ ലഹരിക്കെതിരെ പോരാടുമെന്ന് ഉറച്ചു തന്നെയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാം. ലഹരി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മൾ ആദ്യമൊക്കെ ഒരേ ഒരു ലഹരി നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ, മദ്യം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പലതരത്തിലുള്ള ലഹരി ഉണ്ടല്ലോ അല്ലെ. MDMA, മെത്താഫിറ്റമിൻ, കഞ്ചാവൊക്കെ വലിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സ്മെല്ലൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് കേസുകൾ എടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ കൂടുതൽ വരുന്നത് ചെറിയ കുട്ടികളാണ്. ഇതെങ്ങനെ ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവാം? നമുക്ക് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്കത് ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ തെറ്റായ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. രാത്രി ഉറക്കമുണ്ടാവില്ല. ചിലപ്പോൾ സിഗരറ്റ് വലിയിലായിരിക്കും തുടങ്ങുക. അതിന്ന് പിന്നെ ഇങ്ങനെ കഞ്ചാവ്, MDMA എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ലഹരിക്കെതിരെയുള്ള ഒരു നല്ല ക്ലാസ് കേട്ട ആളുകളും എടുത്ത ആളും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. SKN40യുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ മോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കണ്ടുപിടിക്കാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നെ. പിന്നെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കൂടുതൽ കണ്ടുപിടിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ട് പോവാ. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്ന് അറിയുമ്പോൾ. അപ്പം അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇടയ്ക്ക് ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ വെക്കണം അല്ലേ, ഇവർക്കൊക്കെ മനസ്സിലാവാൻ വെക്കണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആദ്യം കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പിന്നെ പേപ്പറിൽ കൂടെ വായിക്കുന്നതൊക്കെ അറിയുള്ളൂ. മാഡം പറഞ്ഞു തരുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്. ഓ ആദ്യം ലിക്കർ എന്ന പേരിലായിരുന്നു. ഇപ്പോൾ MDMA പല പേരും ഇപ്പോൾ ഉള്ളതിപ്പോൾ മാഡം പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതൊന്നും അറിയില്ല. ഇപ്പോൾ ഏതായാലും നീന്നൊക്കെ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അതിന് കുട്ടികളെ ശ്രദ്ധിക്കണം. കേൾക്കുന്ന ആദ്യമായിട്ട് പേരൊക്കെ കേൾക്കുന്ന അതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. നമ്മളെ നാട്ടിൽ കൂടുതലാണെന്നാ പറയുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ അല്ലെ ഞെട്ടി പോവാൻ ഞങ്ങളിത്. എങ്ങനെ ഇതിനെ തടയാൻ പറ്റും? തടയാൻ പറ്റാച്ച നമ്മൾ കുട്ടികളെ കഴിയുന്നത് നല്ല ശ്രദ്ധിക്കുക, അത്ര തന്നെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതേപോലത്തെ കൂട്ടായ്മയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ? അതെ, കൂട്ടായ്മയിൽ തീരുമാനം എടുക്കുക, എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, ചർച്ച ചെയ്ത് എല്ലാവരും കൂടി തീരുമാനിക്കുക. ഇപ്പോൾ ഇതാ ഈ അമ്മമാർക്കും ഇവർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തത് ധന്യ മേഡമാണ്. അവർ മഞ്ചേരി എക്സൈസിലാണ്. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു അവാർഡ് അത് നേടിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ എക്സൈസിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ അത് തിരിച്ചറിഞ്ഞു, അത് ഡിറ്റക്ട് ചെയ്തു എന്നുള്ള വിഭാഗത്തിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ സമയത്ത് കൃത്യസ്ഥലത്താണ് എത്തിയതെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് മഞ്ചേരിയിലേക്ക് ഒരു സിറ്റുവേഷൻ നിലവിൽ? മഞ്ചേരി ഇതുപോലെ ഒരുപാട് മയക്കുമരുന്ന് കേസുകൾ കണ്ടെത്തുന്നൊരു സാഹചര്യമാണുള്ളത്. അത് ഈ സ്കൂൾ കുട്ടികളെ പോലും നമ്മൾ അങ്ങനെ കേസിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെടുത്തുനിന്ന് നമ്മൾ ഇൻഫോർമേഷൻ ആര് കൊടുത്തു എന്താണെന്നൊക്കെ അറിഞ്ഞ് ഇൻഫർമേഷൻ എടുത്തെടുത്താണ് അതിൻ്റെ മെയിൻ ആളുകളുടെ അടുത്ത് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഒരുപാട് ഗ്യാങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ നമുക്ക് പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റില്ല. കുറേ ദിവസം നമ്മളത് വാച്ച് ചെയ്ത് അവരെ ഫോൺ ലൊക്കേഷനൊക്കെ എടുത്ത് അങ്ങനെ കുറേ രാത്രിയും പകലൊക്കെ അതിന് വെയിറ്റ് ചെയ്താണ് നമ്മൾ അവരെ പിടിക്കുന്നത്. ടീച്ചർ, എന്താണ് സ്കൂളിൽ നിന്നൊക്കെയുള്ള ഒരു അനുഭവം, എന്താ പറയാനുള്ളത്? സ്കൂളുകളും മദ്രസ സ്ഥാപനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇവരത് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 24-ൻ്റെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ ഇത് മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ പോലും നമ്മൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അവരോട് ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് രക്ഷിക്കാനായി കഴിയുള്ളൂ. സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നടത്തുന്നത്.
സ്കൂളുകൾ നടത്തുന്ന ഏറ്റവും വളരെയധികം നല്ല കാര്യമാണ്. കുട്ടികൾക്ക് ഒന്നും കൂടി അറിവ് മനസ്സിലാവാനും അതുപോലെ അതിൻ്റെ ഉപയോഗങ്ങൾ, അതുകൊണ്ടുള്ള ദോഷങ്ങൾ, എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ്. അത് കൂടുതലും ചെറിയ മക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇതുപോലുള്ള ഉറച്ച ശബ്ദത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ. ഓരോ അമ്മമാരും അവരെ അത്രത്തോളം ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ നാളുകളിലും അവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനും സാധിക്കും. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിയാലോ? മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.